ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെയാണോ രാജുവിനെ കല്യാണം കഴിച്ചത്? ആയിരിക്കും. അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണെന്ന് കരുതി എന്ത് വിളിച്ച് പറയരുത്. ഇറങ്ങി മുറ്റൊന്ന്. ഇറങ്ങണ്ടതേ ഇവളാ. ഞാൻ ഓടിക്കും. എന്തേ കാണിക്കുന്നത്? അരുത്, അവളെ ഒന്നും ചെയ്യരുത്. ഇവള് കൊമ്പത്തെ കോലത്തെ മന്ത്രിയുടെ സൽപത്രിയാ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞ? അങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ. പോവില്ലേ അങ്ങോട്ട്? ഇവന് നശിച്ചു പോട്ടെ. നീ ഇങ്ങ് വന്നേ, നടക്കടി. ഇങ്ങോട്ട് വരാൻ. ഓരോ ശല്യങ്ങള്. നടക്ക രമ്യേ. മാഡം ഇതൊന്നും കാര്യാക്കണ്ട. സോറി മാഡം, ഐ എം എക്സ്ട്രീംലി സോറി. ആ വൃത്തികെട്ടുള്ള മാഡത്തോട് പറഞ്ഞാലും കാണിച്ചാലും ഞാൻ ക്ഷമ ചോദിക്കുക. നല്ല കൈക്കരുത്തുള്ള ആണുങ്ങളുടെ ഭാര്യമാരോട് ഒരു പെണ്ണും ഇത്തരം മര്യാദകൾ കാണിക്കില്ല. അറിയാഞ്ഞിട്ടല്ല മാഡം, അവളൊരു പെണ്ണല്ലേ. അതുപോലെ അവൾ ആ കൾച്ചർ ഇല്ലാത്ത രുക്മിണി ആന്റിയുടെ മകളും കൂടിയാ. കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചാലേ പോലീസ് കേസാവും, നാളെ കെടുവാവും. എന്തായാലും ഞാൻ കേട്ടല്ലോ, അത് മതി. മാഡം സോറി മാഡം. മാഡം സോറി. ദൈവമേ, ഇത് വലിയ പിണക്കത്തിലാവുമല്ലോ. എന്റെ അമ്മ പറഞ്ഞതുകൊണ്ട് തന്നെയാണോ രാജുവിനെ കല്യാണം കഴിച്ചത്? ആയിരിക്കും. അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവരെക്കാളും സ്നേഹം കൂടുതലായിരുന്നു അമ്മയ്ക്ക് ഋതുമോളോട്. രാജു ഋതുമോളെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും അമ്മ തന്നെയായിരുന്നു. പക്ഷേ രാജു ഒരിക്കലും ഋതുമോളെ കല്യാണം കഴിക്കില്ലെന്ന് തോന്നിയപ്പോഴാ അമ്മ ആ രുക്മിണി ആന്റിക്ക് വാക്കു കൊടുത്തത്. അതാ അമ്മയ്ക്കുണ്ടായ മനപ്രയാസം. എന്തായാലും അതൊക്കെ മാറിയല്ലേ പ്രിയ ചേച്ചി, സന്തോഷം. അന്നിവിടെ വന്നപ്പോ എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്നേ ഉള്ളൂ. ആ, അവരിത് എത്തിയല്ലോ. ഇതെന്തു പറ്റി? ചേച്ചി എന്താ ദേഷ്യത്തിൽ അകത്തേക്ക് പോയത്? എന്താ രാജു, നിങ്ങൾ തമ്മിൽ വല്ല വഴക്കുണ്ടായോ? ഞങ്ങള് ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിൽ ചെന്നപ്പോ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി ചേച്ചി. എന്ത് പ്രശ്നം? പറയൂ രാജുവേട്ടാ, ഞങ്ങളിവിടെ ഒന്ന് അറിയട്ടെ. അത് ഞങ്ങള് വീട്ടിൽ ചെന്നപ്പോ നാശം പിടിക്കാൻ ആ രമ്യ കയറി വന്നു. എന്നിട്ട് നീ ഒറ്റ ഒരുത്തിയാ എന്റെ രാജുവിനെ എങ്ങനെ തട്ടിയെടുത്തത്. വലിഞ്ഞു കയറി വന്ന നീയാ എന്റെ ജീവിതം തകർത്തത്. അതെന്ത് മര്യാദക്കേടാ അവള് കാണിച്ച്? അവളെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ. ഇതൊന്നും വെച്ചു പൊറിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ തന്നെ ജേട്ടനെയും കൂട്ടി അവളുടെ വീട്ടിൽ പോവാൻ പോവാ. ജേട്ടൻ ചേച്ചി,
അതൊന്നും വേണ്ട. ചേച്ചിക്ക് അറിയില്ലേ, ആ രമ്യക്ക് പ്രാന്ത. കൂടെ നമുക്കും പ്രാന്തായാലോ? ശരിയാ ചേച്ചി, പോട്ടെ. ഒരു പെണ്ണല്ലെന്ന് കരുതി ഞാൻ ക്ഷമിക്കുന്ന. എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ കാരണത്തിട്ടൊന്ന് കൊടുത്താ പിന്നെ കേസ് വേറെയാ. പിന്നെ പുലിവാലി പിടിച്ച് നടക്കണം. അതെ, അത് ശരിയാ. ഋതു ചേച്ചിയെ നമുക്ക് സമാധാനിപ്പിക്കാം. അത് മതി. ഞാനും അമ്മയും കൂടി ഋതുമോളോട് സംസാരിക്കാം. അപ്പം മാറിക്കോളും. ആ, അത് മതി ചേച്ചി. ആകെ തകർന്നു പോയി ഞാൻ. എന്തൊരു അപമാനമാ ഞാൻ സഹിച്ചേ. എല്ലാം നേരിട്ട് ഞാനല്ലേ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. നീയൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാനിപ്പോ നിന്റെയൊക്കെ പിയല്ല. സത്യം പറഞ്ഞ ഞാൻ നിങ്ങളുടെയും നെയ്യിരിക്കുന്ന വിടലയുടെയും അന്തകന. നിന്നെയൊക്കെ കാലപുരിക്കയക്കാൻ കയറുമായി നടക്കുന്ന മഹാ അന്തകൻ. എല്ലാം ക്ഷമിച്ച് സഹിച്ചിരിക്കും മാഡം. മാഡത്തിനൊരു അവസരം വരും. എനിക്കേ ഇനി ഒരു നിമിഷം സഹിക്കാൻ പറ്റില്ല. എന്നാ വീണ്ടും അടുത്ത വേല ഒരുക്കി അവരടുത്തേക്ക് ചെല്ല്. എന്നിട്ട് അടുത്ത പണി ഉടനെ മേടിക്കും. ജയൻ എന്തെങ്കിലും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊന്ന് പതുങ്ങുന്ന നല്ലത്. ഏത് കടുവയാണെങ്കിലും ഒരു പ്രാവശ്യം ഇരപിടുത്ത് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കും. ഇരപിടിക്കാൻ പോയി ഒറ്റയാന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിച്ചെടുത്താലും റെസ്റ്റ് എടുക്കും. അവർക്കിട്ട് ഓർക്കാപ്പുറത്ത് പ്രതികാരം ചെയ്യുന്നതാ നല്ലത്. അടുപ്പിച്ചടുപ്പിച്ച് ടിക്കറ്റ് എടുക്കാതെയുള്ള ഈ ഷോ കണ്ടാ എനിക്ക് ബോറടിക്കും. ഏതു പരാജയവും വിജയത്തിലേക്ക് മുന്നേറാനുള്ള വാശിയാ എനിക്ക്. അവളെ ഞാൻ വീഴ്ത്തും. ജയ, എന്താ മേഡം? അവളുടെ ഓരോ മൂമെന്റ്സും കൃത്യസമയത്ത് എന്നെ അറിയിക്കണം. ഓക്കെ, അറിയിക്കാം മേഡം. ഓരോ നിമിഷം നിങ്ങൾക്കുള്ള പണി രാഗിയില്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നാലേ ജയം പൊയ്ക്കോ. എനിക്ക് വല്ലാത്ത തലവേദന. ഒന്ന് റെസ്റ്റ് എടുക്കണം. ശരി മേഡം, ശരി. നിങ്ങളുടെ വന്നേ. വാ, ഇവിടെ നിങ്ങൾ എന്തിനാ ഇര പിടിക്കാൻ പോയ കണ്ടംപൂച്ചയെ പോലെ ആ മുറിയുടെ വാതിൽക്ക് നിന്നത്? നീ അതിനകത്ത് കെട്ടുന്ന നാരദ വേഷം എങ്ങനെയുണ്ടെന്ന് രഹസ്യമായിട്ടൊന്ന് കാണാൻ വന്നതാ. അകലേ നോവിനാലേ